ഇന്നത്തെ സിയാറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സാറല്ലേ? വളരെ സാറല്ലേ? നമ്മൾ കൊടുത്ത കാശ് മുതലേ ഉറപ്പല്ലേ? സന്തോഷം. സെറ്റ് അല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ. 2025 ജനുവരി 1-ാം തീയതി രാവിലെ 6:30 കൊളപ്പറമ്പ് ഹിദായത്തു സിബിയാൻ മദ്രസയിലെ 84 വിദ്യാർത്ഥികളും 6 ഉസ്താദുമാരും അടങ്ങുന്ന സംഘം അഫ്രാദ് ടൂറിസ്റ്റിൻ്റെ 2 വാഹനങ്ങളിലായി പുറപ്പെട്ടു. ആദ്യമായി ഞങ്ങളെത്തിയത് പുത്തനങ്ങാടി ശുഹദാക്കളുടെ സവിധത്തിലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുകയും ഖാലിയെ കൊലപ്പെടുത്തുകയും ചെയ്ത നാടുവാഴിക്കെതിരെ യുദ്ധം ചെയ്ത് ഷഹീദായവരാണ് അവിടെ അന്തിയുറങ്ങുന്നത്. പള്ളി തകർത്ത സ്ഥാനത്ത് അയാൾ എള്ളുവിതറി കൃഷിയിറക്കി. അവസാനം മുസ്ലിങ്ങളുടെ നേതാവായ പോക്കർ മൂപ്പൻ നാടുവാഴിയെ വധിക്കുകയും തലയറുത്ത് എള്ളിൻ കൃഷിയിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. അടയാളമായി അതിനു മുകളിൽ ഒരു കല്ല് നാട്ടിവെച്ചു. ഈ അടയാളം എന്നും നിലനിൽക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നോണം ആ കല്ല് വളരുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ കല്ല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും അത് താങ്ങിപ്പിടിച്ച് അവിടെ വെക്കാനാവില്ല. എന്നാൽ അന്ന് അദ്ദേഹം അത് വെച്ചിരുന്നെങ്കിലും ഇന്ന് ആ കല്ല് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന നാട്ടുകാർ പറയുന്ന അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കല്ല് ഒരു ആനക്ക് തന്നെ പിടിച്ചാൽ പൊങ്ങുമോ എന്ന സംശയമാണ്. അത്രയും വലിയ ഒരു പാറക്കല്ലാണ്. നമുക്ക് കണ്ടു നോക്കാം. ഇറയോന്റെ തിരുറഹ്മത്തെ ഇതിൽ നീക്കിയുള്ള റസൂലേ, ഇതൂതാകമെന്നിൽ വസീലേ, ഓതിടുമതി മധുരം മധുഹാൽ ആദികളും വ്യാധി അകലും, ഓതിടുമതി മധുരം മധുഹാൽ ആദികളും വ്യാധി അകലും, കൽബിൽ മത തീരും മുന്നിൽ മതിയഴകിൻ പൂർണ്ണരൂപം സയ്യിദുനാ ശംസുൽ ഹുദാവേ ജല്ല ജലാലിൻ നൂറേ, സയ്യിദുനാ ശംസുൽ ഹുദാവേ ജല്ല ജലാലിൻ നൂറേ, സൗരഭ്യം വീശിയ ദൂതേ സൗഭാഗ്യത്തേരി ജിനാദേ, അജബിൻ അജബാകും തന്നരേ, അഹദിന്റെ നൂറേ കാമിലേ, മദിമാൻ നബി രാജ താജ അതിബന്നിദ് റോജ ഹാജ മഹബൂബേ ത്വാഹ സയ്യിദേ, മാശൂക ഹാത്തിം ദൂദലേ. അത്തിപ്പറ്റ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് വഫാത്തായ സൂഫി വര്യരാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുകയും തങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത ശേഷം കുട്ടികൾക്ക് രാവിലത്തെ പ്രാതൽ നൽകി. വിശാലമായ സൗകര്യങ്ങൾ അവിടെയുള്ള ഖാദിമുകൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. എന്നുയിപ്പിൻ്റെ മുന്നിൽ മതയത്ര പാടി ഞാൻ ഇന്നത് ജോലിയായി, ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ല, നാളെ എന്താകും ബേജാറിലായി, കൂട്ടുകാരെ എല്ലാം ഭാഗ്യം തുണച്ച്, പാട്ടുകാരൻ ഞാനോ ഇന്നും തനിച്ച്, കൂട്ടുകാരെ എല്ലാം ഭാഗ്യം മക്കൾ പുണ്യ തീർത്ഥയാത്ര പോകുന്നു, ഇച്ഛകൾ വെടിഞ്ഞ മഹാരഥന്മാർ കരികിൽ ചേരാൻ വെമ്പുന്നു. മക്കൾ പുണ്യ തീർത്ഥയാത്ര പോകുന്നു, ഇച്ഛകൾ വെടിഞ്ഞ മഹാരഥന്മാർ കരികിൽ
അരികിൽ ചേരാൻ വെമ്പുന്നു. പുത്തൻപള്ളി ശൈഖോരെ കുഞ്ഞഹമ്മദ് വലിയോരെ, പുത്തൻപള്ളി ശൈഖോരെ കുഞ്ഞഹമ്മദ് വലിയോരെ, ആയിരം അഭിലാഷങ്ങൾ തീർത്ത റബ്ബിൻ സ്നേഹവലിയോരെ, ആയിരം അഭിലാഷങ്ങൾ തീർത്ത റബ്ബിൻ സ്നേഹവലിയോരെ. അച്ചസമ്മിൻ മക്കൾ പുണ്യ തീർത്ഥയാത്ര പോകുന്നു. ഇച്ഛകൾ വെടിഞ്ഞ് മഹാരഥന്മാർ അരികിൽ ചേരാൻ വെമ്പുന്നു. അച്ചസമ്മിൻ മക്കൾ പുണ്യ തീർത്ഥയാത്ര പോകുന്നു. ഇച്ഛകൾ വെടിഞ്ഞ് മഹാരഥന്മാർ അരികിൽ ചേരാൻ വെമ്പുന്നു. സയ്യിദി ഖൈറുൽ നബി വാനിൽ താരമുദിക്കുന്ന അത്രയും നിത്യ സ്വലാത്തുകളായി ചൊല്ലാം മുത്ത് റസൂലിനായി ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൈഹി വസ്സലാമു അലാ റസൂൽ അഷ്റഫിൽ അബ്ദായി വൽ ഹബീബിൽ ആലമീൻ. കള്ളി വരാൻ കാരണം ധാരാളം പല രൂപത്തിലും വലിപ്പത്തിലുമൊക്കെയുള്ള പലവിധ ആനകളെയും നമുക്കിവിടെ കാണാം. പോത്ത് ഫാം, പശു ഫാം എന്നൊക്കെ പറയുന്നത് പോലെ ആനകളെ വളർത്തുന്നതിന് ആനപ്പന്തി എന്നാണ് പറയുക. ഇവിടെ കുറച്ച് ഭാഗമുണ്ട്, ഇവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചതായിട്ട് കാണാം. അങ്ങോട്ട് പ്രവേശനമല്ല, അവിടെ പോലീസുകാർ കാവൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ അസുഖങ്ങളുള്ള ആനകളെയൊക്കെ ചികിത്സിക്കുന്ന സ്ഥലമായിരിക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഇത് കുറച്ച് കണ്ടതിന് ശേഷം നമുക്ക് പോകാനുള്ളത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചന്ദ്രനെ പിളർന്നൊരു സംഭവം ഉണ്ടായി. ചന്ദ്രനെ പിളർത്തിയ സംഭവം നേരിൽ കണ്ട അന്ന് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന ചേരവംശത്തിലെ പള്ളിപ്പെരുമാൾ മഹാരാജാവ്, അദ്ദേഹം നേരിട്ട് ഈ ചന്ദ്രനെ പിളർന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരോടും കച്ചവടത്തിനൊക്കെ വരുന്ന പല ആളുകളുമായും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെയാണ് കൊച്ചിയിൽ കച്ചവടത്തിന് വേണ്ടി വന്നിരുന്ന അറബികളുമായി ഈ വിഷയം അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാണ് അത് സംഭവമുണ്ടായത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഏകദൈവത്തെ മാത്രമേ വണങ്ങാവൂ എന്ന് പറയുകയും ആ അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ അത് അംഗീകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വന്നുകൊണ്ട് അവരോട് പറഞ്ഞത്രേ, ചന്ദ്രനെ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനെ പിളർത്തി കാണിച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ മതം സ്വീകരിച്ചേക്കാം എന്ന് പറയുകയും ആ പറഞ്ഞതനുസരിച്ചാണ് അവിടുന്ന് കാണിച്ചു കൊടുത്ത അത്ഭുത ദൃഷ്ടാന്തമായിരുന്നു ഇതെന്ന് അറബികൾ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവിന് വലിയ ആഗ്രഹമായി, എനിക്കും ആ പ്രവാചകനെ കാണണം, എന്നാൽ നിങ്ങൾ മടങ്ങുന്ന സമയത്ത് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ നബി തങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം പോവുകയും ചെയ്തു. അവിടെ ചെന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന അപരനാമം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കുറച്ചു കാലം കഴിഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതത്തോടുകൂടി നാട്ടിലേക്ക് തിരിക്കുകയാണ്. തിരിച്ച് വരുന്ന വഴിയിൽ സലാല എന്ന് പറയുന്ന ഒമാനിലെ സലാല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. എങ്കിലും കൂടെ വന്നിരുന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിനും മറ്റു അനുയായികളും കൂടെ ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി വരികയും അങ്ങനെ കേരളത്തിലെത്തി അവർ
10 പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തു. അതിലാദ്യമായി നിർമ്മിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളി സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മളെത്തി. അവർ നല്ല സ്വീകരണമാണ് അവിടെയുള്ള ആളുകൾ തന്നത്. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു. അതിനുള്ള എല്ലാ റാഹത്തായ നല്ല സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവിധ സപ്പോർട്ടും അവർ ചെയ്തു. കുട്ടികൾക്ക് നല്ല ഭക്ഷണം തന്നെ, നല്ല കോഴി ബിരിയാണിയൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സിയാറത്തിന് വേണ്ടി പോയി. ഇതാണ് നാം കാണുന്ന പള്ളി. ഈ പള്ളി മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒത്താശ പ്രകാരം പഴയ രൂപത്തിലേക്ക് തന്നെ അതിൻ്റെ മുൻഭാഗമൊക്കെ മാറ്റി. ഇവിടെ കിടക്കുന്നത് മഹാനായ മാലിക് ദുനിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹബീബ് മാലിക് തങ്ങളും അവിടുത്തെ പത്നിയുമാണ്. എന്ന് പറഞ്ഞാൽ മാലിക് ദിനാറിൻ്റെ മരുമകളുമാണ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് നമ്മൾ സിയാറത്തും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം യാത്ര ആരംഭിക്കുകയുണ്ടായി. ഞാനില്ല ഡ്രസ്സ് ഞാൻ കണ്ടു കേട്ടോ.
സൂര്യാസ്തമയത്തിന് ശേഷം അവിടെ വെച്ച് ഒരു ചായയൊക്കെ കൊടുത്ത് കുട്ടികളെ വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അസ്ർ നിസ്കരിച്ച അതേ പള്ളിയിൽ തന്നെ വന്ന് മഗ്‌രിബ് നിസ്കരിച്ച് അതിനുശേഷം പിന്നീട് വെളിയങ്കോട്ടേക്ക് തിരിക്കുകയാണ്. أنت أم أم ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. വെളിയങ്കോട് ഉമർ ഖാദി മഹാനവർകൾ ചരിത്രം നമുക്കറിയാം, വളരെ പ്രസിദ്ധമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തുൽ റൗള ഷരീഫിൻ്റെ കവാടത്തിങ്കൽ ചെന്ന് ബൈത്ത് ചൊല്ലി അവിടത്തേക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ കവാടം തുറക്കപ്പെട്ടതായി ചരിത്രത്തിൽ കാണാം. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ബാങ്ക് വിളിച്ചത് കൊണ്ട് മഖാം അടച്ചു. അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ദുആക്ക് നടത്തിയതിന് ശേഷം പൊന്നാനിയിലേക്ക് തിരിച്ചത്. കേരള മക്ക പൊന്നാനി വിജ്ഞാനത്തിൻ്റെ ആസ്ഥാനി, കേരള മക്ക പൊന്നാനി വിജ്ഞാനത്തിൻ്റെ ആസ്ഥാനി, ശൈഖുൽ അക്ബർ മഖ്ദൂമിൻ സവിധം എല്ലാവർക്കും അത്താണി, ശൈഖുൽ അക്ബർ മഖ്ദൂം സവിധം എല്ലാവർക്കും അത്താണി. മഖ്ദൂം തങ്ങളുടെ കാലം മുതലുള്ള ഒരു വിളക്കാണ് നമ്മൾ ആ കണ്ടത്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും 3 നിലകളിൽ മുഴുവനും, 3 അല്ല 4 നിലയുണ്ട്, ചെറിയൊരു കുഞ്ഞു നില കൂടെ ഉണ്ട്. അതടക്കം മൊത്തം മരം കൊണ്ടാണ്, അത് ഒറ്റ മരം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു മരത്തിൻ്റെ പല ജില്ലകളൊക്കെ ഉപയോഗിച്ച് വലിയ മരം ആയിരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഏതായാലും വലിയ സംഭവമാണിത്. മുകളിൽ തട്ടിട്ടിരിക്കുന്നതും മരം കൊണ്ട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറാൻ നേരെ കുത്തനെയാണ് ഗോവണിയൊക്കെ ഉള്ളത്. അതിൻ്റെ മുകളിൽ പോയി 2 നില കഴിഞ്ഞ് 3-ാമത്തെ നിലയുണ്ട്. അതിൻ്റെ മുകളിലൊരു ചെറിയ ഒരു റൂം കൂടെ ഉണ്ട്. അങ്ങനെ നമുക്കതിൽ കാണാൻ പറ്റും. അതാണ് അവർ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇശാ നിസ്കാരവും സിയാറത്തും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മടങ്ങി വന്ന് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വഴിയിൽ വെച്ച് നല്ല ഫുഡ് തന്നെ കൊടുത്തിട്ടൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ യാത്ര അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അവർ ഭക്ഷണം കഴിക്കുന്ന രൂപമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല ഫുഡാണ്. നല്ല മന്തിയും ചിക്കൻ പൊള്ളിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്, എടുത്തു പറയല്ല, അവർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. കാരണം കുട്ടികളുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. അൽഹംദുലില്ലാഹ് അവർ അതിനെക്കുറിച്ച് നല്ല പ്രതികരണവും അവരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ നമുക്ക് പടച്ചോൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് മഹാന്മാരെയൊക്കെ സന്ദർശിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു ഇതുവരെ വരാത്ത ഇന്നത്തെ സിയാറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സാറല്ലേ, വളരെ സാറല്ലേ, നമ്മൾ കൊടുത്ത കാശ് മുതലേ ഉറപ്പല്ലേ? സന്തോഷം, സെറ്റ് അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ.